സൈക്ലിംഗ് ചെയ്യുന്നവരുടെ ഒരു ഫേവറേറ്റ് സീസണാണ് മൺസൂൺ എന്ന് പറയുന്നത്. സംഭവം ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ട്. സൈക്കിളിന് ഒരുപാട് കേടുപാടുകൾക്ക് വരാം. പക്ഷെ എന്നാലും ഈ ഒരു സമയത്താണ് നേച്ചർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. രാവിലെ 4:30-ക്ക് കൊരട്ടിയിൽ നിന്നാണ് നമ്മുടെ റൈഡ് തുടങ്ങിയത്. നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കൊരട്ടിയിൽ നിന്ന് ചാലക്കുടി, മണ്ണൂത്തി വഴി കുതിരാൻമലയൊക്കെ കയറി വടക്കഞ്ചേരി, അങ്ങനെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം പോകുന്നത് കൊല്ലങ്കോട് ഗ്രാമത്തിലോട്ടാണ്. കൊല്ലങ്കോട് ഗ്രാമം പോകണമെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ റൂട്ടിൽ ചെന്നിട്ട് വടക്കഞ്ചേരി എത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു പോകണം. വടക്കഞ്ചേരിയിൽ നിന്ന് റൈറ്റ് എടുത്ത് നെന്മാറ പൊള്ളാച്ചി റൂട്ടിലാണ് കൊല്ലങ്കോട് എന്ന് പറയുന്ന. കൊരട്ടിയിൽ നിന്ന് ഏകദേശം 87 കിലോമീറ്ററാണ് കൊല്ലങ്കോട് വരെയുള്ളത്. കൊല്ലങ്കോട് നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായ ഒരു പ്ലേസ് ആണ്. മഹീന്ദ്ര കമ്പനിയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ആളുടെ ഫേവറേറ്റ് 10 പ്ലേസസിനെ പറ്റി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് കൊല്ലങ്കോടിനെ പറ്റി എല്ലാവരും അറിയുകയും നമ്മുടെ റിയാസ് ഖാനൊക്കെ പറയുന്ന പോലെ എല്ലാവരും അങ്ങോട്ട് അടിച്ചു കയറി ചെന്നത്. പക്ഷേ അവിടെ മൊത്തം പൊല്യൂഷനൊക്കെ ചെയ്ത് അന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലങ്കോട് എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന സിനിമാ ലൊക്കേഷൻ കൂടിയാണ്. പഴയ പ്രിയദർശൻ സിനിമകൾ, വെട്ടം, മേഘം പോലത്തെ സിനിമകൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹൃദയം, കൂമൻ പോലത്തെ സിനിമകൾ ഷൂട്ട് ചെയ്തത് കൊല്ലങ്കോടും പരിസരങ്ങളുമായിട്ടാണ്. കൊല്ലങ്കോടുള്ള പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പാടങ്ങളും കൃഷിയും അവിടെ നിന്നുള്ള നെല്ലിയാമ്പതി മലകളുടെ വ്യൂ ആണ്. അതുപോലെ തന്നെ സീതാർകുണ്ട് വാട്ടർഫോൾസ് പോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വാട്ടർഫോൾസും അവിടെയുണ്ട്. വെട്ടം സിനിമയിൽ ഉള്ള മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. അതുപോലെ തന്നെ ഹൃദയം സിനിമയിൽ ഒരു പൊറോട്ട കഴിക്കാൻ പോകുന്ന ആ ഒരു ലൊക്കേഷൻ, അയ്യപ്പേട്ടൻ്റെ കട എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര്. ഊണിനൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. മണ്ണൂത്തി അടുത്തെത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ പാലക്കാട് കയറി കഴിഞ്ഞ് നമ്മളിപ്പോൾ കുതിരാൻ ടണൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. ഇപ്പം സമയം ഒരു 7:10 ആയിട്ടുണ്ട്. നമ്മളൊരു 7:30 ആകുമ്പോഴത്തേക്കും വടക്കഞ്ചേരി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടക്കഞ്ചേരിയാണ് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും തിരിച്ച് കൊല്ലങ്കോടിലോട്ട് കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ ടോൾ ബൂത്താണിത്. ആദ്യം പാലിയേക്കര ഉണ്ടായിരുന്നു, ഇതിപ്പോൾ വടക്കഞ്ചേരി അടുത്താണ് രണ്ടാമത്തെ ഒരു ടോൾ ബൂത്ത് വരുന്നത്. സോ കാറിനൊക്കെ ഈ ഒരു റൂട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ 7:30 ആയപ്പോൾ വടക്കഞ്ചേരി എത്തിയായിരുന്നു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ 8 മണിയായപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ വടക്കഞ്ചേരിയിൽ നിന്ന് നെന്മാറ വഴി പൊള്ളാച്ചി പോകുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ കൊല്ലങ്കോട് ടൗൺ എത്തി. കൊല്ലങ്കോട് നിന്ന് ലെഫ്റ്റ് പോയാൽ പാലക്കാട് ടൗണും നേരെ പോയാൽ പൊള്ളാച്ചി റൂട്ടാണ്. നമ്മൾ ഈ പൊള്ളാച്ചി റൂട്ട് വേണം കയറാൻ. പൊള്ളാച്ചി റൂട്ട് കയറിയിട്ട് സീതാർകുണ്ട് വാട്ടർഫോൾസിൻ്റെ ബോർഡ് നോക്കി പോയാൽ മതി. നമുക്ക് ഈ പറയുന്ന ഒരു മെയിൻ ആ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും.
നിങ്ങൾ മാപ്പിലിടുമ്പം ഒരിക്കലും സീതാർകുണ്ട് വാട്ടർഫോൾസ് ഡയറക്റ്റ് ഇടല്ല. അത് നെല്ലിയാമ്പതിയിലുള്ള സീതാർകുണ്ട് വാട്ടർഫോൾസിൻ്റെ ടോപ്പ് ആ ഒരു ലൊക്കേഷനിലോട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോവുക. സോ കൊല്ലങ്കോട് തന്നെ മാപ്പിലിടുവാണെങ്കിൽ കൊല്ലങ്കോട് നിന്ന് തന്നെ ഇട്ടാൽ മതി. കൊല്ലങ്കോട് ചെന്നിട്ട് 2.5 കിലോമീറ്റർ അടുത്ത് നമ്മുടെ ഈ ലൊക്കേഷനിലോട്ടുള്ളൂ. സോ അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതാണ്. സോ മാപ്പിൽ സീതാർകുണ്ട് വാട്ടർഫോൾസ് ഡയറക്റ്റ് ഇടാതിരിക്കുക. നമ്മുടെ ലൊക്കേഷനോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാം. ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒരു ട്രാക്ടർ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. അത്യാവശ്യം സ്ലോ ആയിട്ടാണ് നമ്മൾ ഇതുവഴി ഓടിച്ചത്. കാരണം എല്ലാ സൈഡും നമുക്കത് വിഷ്വലി എന്തേലും കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരുപാട് നീണ്ടു കിടക്കുന്ന പാടങ്ങളും ഈ മലയും നമ്മൾ നേരിട്ട് തന്നെ ഒന്ന് കണ്ടറിയേണ്ട ഒരു ബ്യൂട്ടിയാണത് ശരിക്കും. ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു ഇന്ത്യയിലെ ടോപ്പ് 10 പ്ലേസസിൽ വരാൻ മാത്രം ഇവിടെ എന്താണ് പ്രത്യേകത എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. നമ്മുടെ നാടിൽ ഇതിന് നല്ല സ്ഥലമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പം ചിന്തിച്ചു പോകും. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ശരിക്കും മനസ്സിലാവും. ഒരിക്കലും ഞാൻ ഫോട്ടോയിൽ കണ്ടതോ വീഡിയോയിൽ കണ്ടതോ ഒന്നുമല്ല. ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും ഒരു പീക്ക് ബ്യൂട്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ സീതാർകുണ്ട് വാട്ടർഫോൾസിൻ്റെ ബേസ് എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, ഖദീജ ടീ സ്റ്റോൾ, ഒരു വീടിനോട് ചേർന്ന്. അവിടെയാണ് നമ്മൾ സൈക്കിൾ വെക്കുന്നത്. സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുത്തെ ചേട്ടനോട് പറഞ്ഞിട്ട്. ഇവിടെ ഒത്തിരി മാങ്ങയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ, ഇവിടെ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ചുറ്റും ഒരുപാട് മാവുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ. സോ നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ എൻട്രി പാസ് ഇല്ല. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഈ വെള്ളച്ചാട്ടം നിറയാം. ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊന്നും നമ്മൾ പരമാവധി വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. കാരണം ഇത് മലമുകളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് പെട്ടെന്ന് നിറഞ്ഞ് വന്ന ഒരുപാട് അപകടങ്ങളുണ്ടാകാം. ഇപ്പം മഴയില്ല, വെള്ളം കുറവാണ്. ഈ ഒരു സമയത്ത് കുറച്ച് അത്യാവശ്യം സേഫാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് വേണം പോകാൻ. ഇവിടെ ഗാർഡുകളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഈ ഒരു ബേസ് പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നാൽ തന്നെ നമ്മൾ വാട്ടർഫോൾസ് എത്തും.
അവിടെ നമുക്ക് ടോപ്പിലോട്ട് കുറച്ചധികം കയറി പോകാം. സൈഡിൽ കൂടെ വഴിയുണ്ട്, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലെ പാറകളിൽ കൂടെ നമുക്ക് കയറി പോകാം. വെള്ളം ഉള്ളപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്, പക്ഷെ ഇപ്പം അത്ര കുഴപ്പമില്ല. എങ്കിലും പരമാവധി സൈഡിൽ കൂടെയുള്ള ഒരു പ്രോപ്പർ വഴി കൂടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ചും കൂടെ ടോപ്പിൽ എത്താൻ പറ്റും. സോ ആ ഒരു ടോപ്പ് പോയിന്റിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ടോപ്പിലെത്തി. ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഇവിടെയാണ് ഒരുപാട് പേര് കുളിക്കാനൊക്കെ വരുന്നത്. ഈ ഒരു പോയിന്റിലാണ്. ആഴം അധികം ഇല്ല, നമുക്ക് പകുതിയിലും താഴെ വെള്ളമുള്ളൂ. ഞാനിവിടെ അറ്റത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇറങ്ങുവാണ്. നമ്മൾ ഇത്രയും ദൂരം ചവിട്ടി മടുത്തുകൊണ്ട് കാലൊന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെക്കാനാണ്. ഇപ്പോഴാണ് ഇവിടെ ഒരുപാട് ഈ മീനുകളൊന്നും നമ്മുടെ കാലിൽ ഇങ്ങനെ കുത്തി ചെളിയൊക്കെ തന്നെ. അത് നല്ലൊരു അടിപൊളി ഒരു ഫീലാണത്. ഞാൻ ആകെ വെള്ളത്തിലിറങ്ങാൻ പേടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി ഈ എഡ്ജിലിരുന്ന്, അതായത് ഏറ്റവും അറ്റത്തിരുന്നിട്ട് ഇതുപോലെ കാലിറക്കി വെക്കും, മീനുകൾ വന്ന് ഇങ്ങനെ കൊത്തും. നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് ഈ കൊല്ലങ്കോടും ഇതിൻ്റെ പരിസരങ്ങളും. നമ്മൾ അത്യാവശ്യം ടൈം കണ്ടെത്തി രാവിലെ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കൊല്ലങ്കോട് വിസിറ്റ് ചെയ്യാം. സീതാർകുണ്ട് വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് നെല്ലിയാമ്പതി റൂട്ട് കയറി പോത്തുണ്ടി ഡാം ഒക്കെ കയറി നെല്ലിയാമ്പതിയും പോയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് രാവിലെ ഇറങ്ങിയാൽ വൈകിട്ടത്തേക്ക് നമുക്ക് തിരിച്ചെത്താൻ പാകത്തിനാണ്. പ്രത്യേകിച്ച് എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം സൈഡുള്ളവർക്ക് അത്യാവശ്യം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടെയാണ് കൊല്ലങ്കോട്. ഏകദേശം ഒരു 9:30 ആയപ്പോൾ നമ്മൾ കൊല്ലങ്കോട് എത്തിയതാണ്. ഇവിടെ സീതാർകുണ്ട് വാട്ടർഫോൾസ് ഈ പരിസരങ്ങളായിട്ട് നമ്മൾ ടോട്ടൽ ഒരു 2 hour ഇവിടെ സ്പെൻഡ് ചെയ്തത്. നമുക്ക് സമയക്കുറവ് മൂലമാണ്. നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരിച്ച് കൊല്ലങ്കോട് ടൗൺ ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പാലക്കാട് ടൗൺ കയറിയാണ് നമുക്ക് മലമ്പുഴ ഡാം എത്തേണ്ടത്. മലമ്പുഴയ്ക്ക് അടുത്തുള്ള കവ ഐലൻഡ്സിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കവ ഐലൻഡ്സിൻ്റെ വ്യൂവും അതുവഴി നമുക്ക് സൈക്കിളൊക്കെ ഓടിക്കാനൊക്കെ പറ്റും. സൈക്കിളും ബൈക്കും 4 വീലേഴ്സൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും ആ ഒരു ഡാമിൻ്റെ പരിസരങ്ങളിലൂടെ. സോ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു.